ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടി കൂടിയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ പച്ചടി ഉണ്ടാക്കുന്നത് തക്കാളി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് തക്കാളി പച്ചടി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. ഇനി ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച്. 2-3 വെളുത്തുള്ളി കഷ്ണം, കുറച്ച് ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു അരമുറി നാളികേരം ചെറുകിയത്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മുടെ പാകത്തിന്, അതുപോലെ തൈര് നമുക്ക് പുളിയുടെ ആവശ്യത്തിനായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ തക്കാളി നോക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിന് ശേഷം നമുക്ക് നാളികേരം അരയ്ക്കാം. നമ്മൾ തക്കാളി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നാളികേരം ജാറിലേക്ക്, അതേപോലെ വെളുത്തുള്ളി, ജീരകം, പച്ചമുളകൊന്ന് നടുമുറിച്ചിട്ട് അതും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കാം. നമുക്ക് എരിവ് അധികം വേണമെന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ട് അരയ്ക്കാം. നമ്മുടെ നാളികേരം, ജീരകം, വെളുത്തുള്ളി ഒക്കെ നന്നായി, പച്ചമുളകൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട്. നമുക്ക് തക്കാളി വേവട്ടെ. നമുക്ക് തക്കാളിക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി വെന്തുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം, പച്ചമുളക്, ജീരകം അരച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ തക്കാളിയിൽ നാളികേരം അരച്ചതൊക്കെ കൂടി നന്നായി വെന്ത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എരിവ് നോക്കിയുള്ള നേരത്ത് ഉപ്പും ജീരകവും നോക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. അധികം കൂടി ആവശ്യമുള്ളവർ അധികം തൈര് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ സാധാരണ. നമ്മുടെ തൈരൊക്കെ ഒഴിച്ച് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചിടാം. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നു. അത് മറക്കരുത്. കാച്ചാനായിട്ട് കടുകാണ് താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫാക്കി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.